ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സൈറാസ് രുചിക്കൂട്ട് എന്നെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. അത് ഞാൻ കുക്കറിലാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് 9 അല്ലി ചുവന്നുള്ളി, അതുപോലെ 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ മീഡിയം സൈസിലുള്ള 4 സവാള, അതുപോലെ 2 മീഡിയം സൈസിലുള്ള തക്കാളി. ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള മസാല ആദ്യം റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും പിന്നെ കുറച്ച് പെരിഞ്ജീരകവും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. മസാല നന്നായി അരച്ചെടുക്കുക. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഗരം മസാലയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ടിട്ട്, പിന്നെ അതുപോലെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മസാല, അതായത് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി മസാല നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു അരമുറി നാരങ്ങ, ചെറുനാരങ്ങയുടെ ഒരു അരമുറി മാത്രമാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് അവിടെ കുറച്ച് അരമണിക്കൂർ അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി അതുപോലെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി തിരുമ്മി കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സവാള അതുപോലെ നന്നായി വാടി വരും. ഇപ്പം ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി കൂട്ടി വെച്ചിട്ടുള്ള ആ ഒരു സവാള നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക. സവാള ആഡ് ചെയ്തിട്ട് നന്നായി നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വാടുന്നത് വരെ, ചെറുതായിട്ടൊന്ന് വാടുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ അടുപ്പിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ സവാള നന്നായി കുഴഞ്ഞ് നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലിട്ട് ഒരുപാട് ഇങ്ങനെ വാട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ളതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചിക്കനിലേക്ക് വെച്ചിട്ട് അത്യാവശ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ഒരുമാതിരി കുത്ത് പോലെയാവും, വെളുത്തുള്ളി ഇഞ്ചി കുത്താവും. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക്, അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും സവാളയും അതുപോലെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ അതുപോലെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റി ചേർക്കുക. പിന്നെ അതുപോലെ കുറച്ച് ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച്, അതായത് മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള, മസാലയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
ഞാനിപ്പോൾ അരമണിക്കൂറാണ് ഞാനത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കനിലേക്ക് നന്നായി മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ വേവാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കാരണം ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചാറ് ഭയങ്കര ലൂസായി പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അത്യാവശ്യം ഇതിപ്പോൾ ഒരു കുക്കറിൽ ചിക്കൻ വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ ഇപ്പോൾ ഞാൻ 3 വിസിലാണ് ഞാൻ ചിക്കൻ വേവാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുവിധം അത്യാവശ്യത്തിന് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരുപാട് ചിക്കൻ ഉടഞ്ഞു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പത്തിരിയുടെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.